ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിക്ഷേപകരെയും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. അനധികൃതമായി പണം സമ്പാദിച്ചവരാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. വിനിത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനിത, ഈ നിക്ഷേപകരെയും ഇഡി സംശയിക്കുന്ന സാഹചര്യം എന്താണ്? വേണു, ഈ അനധികൃതമായി പണം സമ്പാദിച്ച നിക്ഷേപകരിലേക്കാണ് അന്വേഷണം എത്തുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ഈ നിക്ഷേപകർ ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ പണം ലഭ്യമായിട്ടുള്ളതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് ചില ആളുകൾ അവർ നിക്ഷേപിച്ചതിനേക്കാൾ ഇരട്ടിയിലേറെ തുക പറ്റിയതായി ഇഡിക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇവരെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിനെ തുടർന്നാണ് ഈ നിക്ഷേപകർക്കൊക്കെ ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യാൻ ാവശ്യപ്പെട്ടാണ് സമൻസ്. എങ്ങനെയാണ് ഈ തുക അവർക്ക് ലഭ്യമാവുന്നത്? അതായത് 1 കോടി രൂപ നിക്ഷേപം നൽകിയ ഒരാൾക്ക് ഒരു നിശ്ചിത മാസത്തിനുള്ളിൽ 6 കോടി രൂപയിലേറെ വരുമാനം എന്ന തരത്തിൽ പണം ലഭ്യമാവുന്ന ഒരു സാഹചര്യം ഈ ഹൈറിച്ചിന്റെ മറവിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അങ്ങനെയുള്ളൊരു വിവരം തന്നെയാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. ഇത്തരക്കാരിലേക്കാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രധാന പ്രതികളായ KD പ്രതാപൻ, ശ്രീന, വ്യവസായി വിജേഷ് പിള്ള എന്നിവരെയൊക്കെ ഇഡി വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിജേഷ് പിള്ളയോട് ഇന്നും ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിനിടയിലാണ് നിക്ഷേപകരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. ഈ നിക്ഷേപകരെയൊക്കെ തന്നെ കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ജീവനക്കാരിലേക്കും ആ അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇവരെയും കഴിഞ്ഞ ദിവസം സമൻസ് നൽകി ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശരി, ഹൈറിച്ച് തട്ടിപ്പിൽ നിക്ഷേപകരിലേക്ക് കൂടി ഇഡിയുടെ അന്വേഷണം. വിനീത വിജിയാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.